അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കേരള മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ഫിത്നക്കാരനായ മതസംഘടനാ നേതാവ് ആര് എന്ന ചോദ്യത്തിന് കേരള മുസ്ലിം ചരിത്രമറിയുന്ന ആരും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒറ്റസ്വരത്തിൽ പറയുന്ന പേരാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നത്. തൊട്ടതെല്ലാം വിവാദമാക്കുന്ന ചരിത്രമുള്ള ഈ മനുഷ്യൻ അവസരത്തിനൊത്ത് കാലുമാറാനും കളം മാറാനും മിടുക്കനാണ് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാക്കി പുറത്തുപോയി അതിന് ബദലായി വേറെ സംഘടനയും സംവിധാനവും ഉണ്ടാക്കിയ ഇയാളുടെ പ്രവർത്തനം മൂലം കേരള മുസ്ലിം സമൂഹത്തിനുണ്ടാക്കിയ പരിക്കുകളും പതനങ്ങളും ചെറുതൊന്നുമല്ല. എണ്ണിയാലൊടുങ്ങാത്ത കലഹത്തിന്റെയും കണ്ണുനീരിന്റെയും കഥകളാണ് ഇയാളുണ്ടാക്കിയ ഭിന്നിപ്പ് മൂലം കേരള മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. മഹല്ലുകൾ വ്യാപകമായി ഭിന്നിക്കപ്പെട്ടു. മദ്രസകൾക്ക് നടുവിൽ ഇടച്ചുമരുകളുണ്ടായി. പള്ളികളിൽ കലാപങ്ങളും വെട്ടും കുത്തും കൊലപാതകമടക്കമുണ്ടായി. കുടുംബ ബന്ധങ്ങൾ തകർന്നു. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കണ്ടാൽ മിണ്ടാതെയായി. മക്കളും മാതാപിതാക്കളും തമ്മിൽ അകന്നു. വിവാഹബന്ധങ്ങൾ തകർന്നു. മുസ്ലിങ്ങൾ സന്തോഷിക്കേണ്ട പരിശുദ്ധ പെരുന്നാൾ ദിനത്തിൽ പോലും മഹല്ലുകളിൽ കൊലപാതകങ്ങളുണ്ടായി. അങ്ങനെ എണ്ണിയാൽ എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര കലാപങ്ങളും കുഴപ്പങ്ങളുമാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമസ്തയെ ഭിന്നിപ്പിച്ചത് മൂലം കേരളത്തിലുണ്ടായത്. ഈ കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും സാക്ഷികളായ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഈ ഭിന്നിപ്പുണ്ടായി 4 പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ ഇതെല്ലാം എടുത്തു പറയാനുണ്ടായ കാരണം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ ഭിന്നിപ്പിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയും കരയുകയും ചെയ്ത വാർത്ത എല്ലാവരും കണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കപട നാടകങ്ങളും കള്ളക്കരച്ചിലുകളും നിരവധി കേട്ടതും കണ്ടതുമാണ്. അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നിട്ടും ഈ വിഷയത്തിൽ നാം എന്തുകൊണ്ട് ഇടപെടുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. ഇയാളുടെ കുൽസിത പ്രവർത്തനം കാരണം ഒരു മതസംഘടനയിൽ ഭിന്നിപ്പുണ്ടാവുകയും ആ ഭിന്നിപ്പിന്റെ അനന്തരഫലമെന്നോണം അനവധി കുഴപ്പങ്ങൾ ഉണ്ടാകുകയും മഹല്ലുകളിലും കുടുംബങ്ങളിലും ഛിദ്രതയുണ്ടാകുകയും അനേകം കുഴപ്പങ്ങളും കലാപങ്ങളും കൊലപാതകങ്ങളും അടക്കം ഉണ്ടാവുകയും ചെയ്ത ഈ വിഷയത്തിന്റെ പാപഭാരത്തിൽ നിന്നും കൈ കഴുകി ഇയാളിത് സമർത്ഥമായി സലഫികളുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് മുങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമുക്കിതിൽ ഇടപെടേണ്ടി വരുന്നത്. ആരാണ് സമസ്തയെ ഭിന്നിപ്പിച്ചത്? ആ ഭിന്നിപ്പിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സലഫികൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാഹ്. ആദ്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കള്ളക്കണ്ണീരിന്റെ അകമ്പടിയോടുകൂടി ഇയാൾ നടത്തിയ കുമ്പസാരവും പശ്ചാത്താപ പ്രസംഗവും ഒന്ന് കേൾക്കുക. മഹാനവറുകൾ എന്നെ വിളിച്ച്, നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരച്ചിൽ വന്നത് എന്തിനായിരുന്നു പിന്നീട് ഞങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴാണ്. ഞങ്ങൾ അകന്നു പോയാൽ മാത്രമേ ഇവിടെ വിദേശത്തുകാർക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അങ്ങനെ ഉണ്ടായത്. ഏതായാലും അന്ന് മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എളിയ പ്രവർത്തകനായി ഞാൻ തുടരുകയാണ്. ഇയാളുടെ ഈ പ്രസംഗം കേട്ടപ്പോ, ഇയാളുടെ ഈ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം, വയസ്സ് 95 കഴിഞ്ഞിട്ടും ഈ മനുഷ്യന്റെ അഭിനയ മികവില് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ്. അപ്പൊ എന്താണ് ഈ മനുഷ്യൻ കള്ളക്കരച്ചിലിന്റെ അകമ്പടിയോടുകൂടി പറഞ്ഞത്? ഇ.കെ. അബൂബക്കർ മുസ്ലിയാര് ഇയാളോട് പഴയ കാലത്ത് പറഞ്ഞത്രേ, നീ ഞങ്ങളുടെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കണം. ആ അഭ്യർത്ഥന മാനിച്ചിട്ട് ഇയാൾ സമസ്തയിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ച് വലിയ സെറ്റപ്പിലൊക്കെ ആയപ്പോ മരത്തിനെക്കാട്ടും വലിയ കൊമ്പായി മാറിയപ്പോഴാണ് സമസ്തയിൽ ഭിന്നിപ്പുണ്ടായത്. ആ ഭിന്നിപ്പിന്റെ കാരണം ഇയാൾ കരഞ്ഞുകൊണ്ട് എന്നിട്ട് പറയാണ്, എനിക്കിപ്പോ കരച്ചിൽ വരാനുള്ള കാരണം എന്തിനായിരുന്നു ഞങ്ങളെ ഭിന്നിപ്പിച്ചത്? ആരെ? ഇയാളെയും ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ ഭിന്നിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന്. എടോ, ഇത് ഞങ്ങളോടാ ചോദിക്കേണ്ടത്, നിങ്ങളല്ലേ ഭിന്നിപ്പിച്ചത്? ആരാണ് സമസ്തയെ ഭിന്നിപ്പിച്ചത്? എന്തായിരുന്നു അതിന്റെ കാരണം? അത് ഇവിടെയുള്ള ഇ.കെ. വിഭാഗത്തിന്റെ പണ്ഡിതന്മാരും പ്രാസംഗികന്മാരും പല പ്രാവശ്യം 100,000 പ്രാവശ്യം സ്റ്റേജുകളിലും പേജുകളിലും എഴുതും പ്രസംഗിച്ചും നടന്ന കാര്യങ്ങളാണ്.
ഇയാളെ പറച്ചിൽ കേട്ടാ തോന്നും ഇയാളും ഇ കെ അബൂബക്കർ മുസ്ലിയാരും സയാമീസ് ഇരട്ടകളെ പോലെ രണ്ട് തലയും ഒറ്റ ഉടലുമായി ഇങ്ങനെ വേർപിരിയാതെ നടക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ പുറത്തുള്ള ആരോ ചെന്നിട്ട് വല്ല വാളും വെച്ചിട്ട് നടുകൂടി ഇങ്ങനെ ഉയർന്ന് മുറിച്ചിട്ട് രണ്ടുപേരെയും രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി എന്നാണ് ഇയാളുടെ ഈ കരച്ചിലും ഈ പദം പറച്ചിലും കേട്ടാ തോന്നുക. എന്നിട്ട് എന്താണ് ഭിന്നിക്കാനുള്ള കാരണം? ഭിന്നിപ്പിച്ചതാരാ? ഇയാൾ പറയുന്നുണ്ട് ബിദഈകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഹ്ലുസുന്നത്തിന്റെ കക്ഷികളായ സലഫികളെ കുറിച്ചാണ് കാര്യമായിട്ട് ഇവർ ബിദഈകൾ എന്ന് പറയുന്നത്. അതിരിക്കട്ടെ, അപ്പോൾ ഈ സലഫികളായ മുജാഹിദുകളായ ആളുകളാണ് ഇവരെ ഭിന്നിപ്പിക്കാൻ കാരണം. എന്തുകൊണ്ട്? ഇവർ രണ്ടാളും ഭിന്നിച്ച് അകന്നു നിന്നാൽ മാത്രമേ ഇവിടെയുള്ള സലഫികൾക്ക് വളരാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭിന്നിപ്പിച്ചത്. എടോ, അങ്ങനെ നിങ്ങൾ ഭിന്നിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഒട്ടിപ്പിടിച്ച് നിൽക്കല്ലേ വേണ്ടത്. എന്നെയും ഇ കെ അബൂബക്കർ മുസ്ലിയാരെയും ഭിന്നിപ്പിക്കാൻ പണിയെടുക്കുന്നത് സലഫികളാണെന്നും ഞങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ ഇവിടെ സലഫികൾ വളരുമെന്നും മനസ്സിലാക്കിയാൽ എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടും നിങ്ങൾ ആ സമസ്തയിൽ ഉറച്ചു നിൽക്കല്ലേ വേണ്ടത്. നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടുണ്ടോ? നിങ്ങളിത് മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഔലിയാക്കളല്ലേ ഈ ഇ കെ അബൂബക്കർ മുസ്ലിയാരും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരൊക്കെ ഔലിയാക്കളാണ്, ഔലിയാക്കളെ നേതാവുമാണ്. നിങ്ങൾക്ക് ഇത് മുൻകൂട്ടി കാണാൻ കഴിയണ്ടേ? നിങ്ങൾ ഭിന്നിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഒട്ടിച്ചേർന്ന് ഇളകിച്ചേർന്ന് നിൽക്കല്ലേ വേണ്ടത്. സഹോദരങ്ങളെ, ഇതൊന്നുമല്ല കാര്യം. ഇയാളിപ്പോ ഈ പദം പറയാനും ഈ സങ്കടം പറഞ്ഞ് കള്ളക്കണ്ണീർ ഒഴിക്കാനുള്ള കാരണം ഇയാളുടെ സംഘടനയിൽ ഇയാൾക്കിപ്പോ യാതൊരു ഗ്രൂപ്പുമില്ല. കേവലം ഒരു വിഗ്രഹം മാത്രമാണ് ഇയാള്. സംഘടന 100% പേരോട് റഹ്മാൻ സക്കാഫിയും കുരുമൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരും വിഴുങ്ങി. ഇയാൾക്ക് അവിടെ ഡെമ്മിന്റെ വില മാത്രമേ ഉള്ളൂ. ഇയാളുടെ പല അഭിപ്രായങ്ങൾക്കും പുല്ലുവിലയാണ് ഇപ്പൊ സംഘടനാ നേതാക്കൾ കൊടുക്കുന്നത്. അതൊരു വശം. രണ്ടാമത്തെ വശം, ഇയാളെ ഭിന്നിപ്പിക്കാൻ മുൻകൈയെടുത്തത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ മതനിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനങ്ങൾ പോലും ഇപ്പോൾ ഇയാളുടെ ഒരു വാക്കും മുഖവിലക്കെടുക്കുന്നില്ല. മാത്രവുമല്ല, ഇയാളെ കൊണ്ട് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ആവർത്തിച്ച് പല ഇലക്ഷനുകളിലൂടെയും ഇയാൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇയാൾക്ക് പ്രത്യേകിച്ച് ഗ്രിപ്പൊന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇനി അവസാന കാലത്ത് ഒന്നാകണം. അങ്ങനെ സമസ്തയിൽ ഇയാളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇ കെ വിഭാഗത്തിലെ ഷജറകളും റെഡിയായി നിൽപ്പുണ്ട്, കുളിച്ച് കുട്ടപ്പന്മാരായി നിൽക്കുന്നുണ്ട്. ഇയാൾ വന്നു കഴിഞ്ഞാൽ തലയിലേറ്റാനും ഇയാളെ കൊണ്ടു നടക്കാനും റെഡിയായി കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾക്കറിയാം. അപ്പൊ ഇയാൾക്കൊന്ന് ഒന്നാകാൻ ഒരു പൂതി, അവസാനം മരിക്കുന്നതിന് മുൻപ് ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരമായി ഒന്നാകാം എന്നുള്ള ഒരു പൂതി ഇയാളെ മനസ്സിലുണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് പഴയ കാലത്തെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. ഇത് കെട്ടിയോനുമായി കച്ചറുണ്ടാക്കി കെട്ടിയോന് യാതൊരു സ്വകും തൊഴിലും കെടുക്കാതെ തൊലാക്കും ചൊല്ലിയിട്ട് വീട് വിട്ടിറങ്ങി അവസാനം അവനാന്റെ വീട്ടിൽ ചെന്നിട്ട് കുറച്ചു കാലം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ നാത്തുമാരും ആങ്ങളാരും ആ വീട്ടിലുള്ള ആളുകളുടെ കുത്തുവാക്കും കേട്ട് സൈ കെടുമ്പോൾ ഇവക്കൊരു ഭർത്താനുണ്ടല്ലോ, എന്ത് ഞാൻ എൻ്റെ കെട്ടിയോനും നല്ല സ്നേഹത്തിലായിരുന്നു, ഞങ്ങളെ ഭിന്നിപ്പിച്ചതും ഞങ്ങളെ തൊലാക്കിലിച്ചതും നാത്തുമാരാണ് എന്ന് പറഞ്ഞ് പദം പറഞ്ഞ് കരയുന്ന ആ വൃത്തികെട്ട ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യയുടെ നിലവാരമാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറം ഒരു ചുക്കുമില്ല ഇയാളുടെ കരച്ചിലിന്റെ പിന്നില്. സഹോദരങ്ങളെ, ഇതൊന്നും നമ്മളെ വിഷയമല്ല. നമുക്കിവിടെ പറയാം, ഇവരുണ്ടാക്കിയ ശിർക്കും കുഫറും തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതന്നെ സംസാരിക്കാൻ ഇവിടെ നേരം കിട്ടില്ല. എന്നിട്ടും ഇത് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പാപഭാരവും സലഫികളുടെ തലയിലേക്കാണ് ഇച്ചങ്ങായിട്ട് കൊടുക്കുന്നത്. കണ്ടോളി, ഇതിനെക്കുറിച്ച് ചാനലുകൾ വന്ന ചർച്ച. കാന്തപുരത്തിന്റെ പ്രസ്താവനയെ ഇ കെ സമസ്ത നേതാക്കൾ സ്വാഗതം ചെയ്തു. സുന്നി ഐക്യം അനിവാര്യമെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവും മുസ്തഫ മുണ്ടുപാറയും ഫേസ്ബുക്കിൽ കുറിച്ചു. വി എസ് സജിത്തോടെ കൂടുതൽ വിവരങ്ങളുമായി. വി എസ് സജിത്ത്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ് ഈ ഐക്യകാഹളം. ഇക്കുറിയെങ്കിലും അത് സാധ്യമാകാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. ഇന്ന് 100ാമത്തെ ജന്മദിനമാണ്. അതുമായി ബന്ധപ്പെട്ട ഇന്നലെ വൈകിട്ട് നടന്ന യോഗത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു വളരെ ഗദ്ഗതത്തോടുകൂടി വിഷമത്തോടുകൂടി പറഞ്ഞത് 1989 പിളർപ്പ് അത് മതനവീകരണ പ്രസ്ഥാനങ്ങൾ, മുജാഹിദ് വഹാബി പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാരുമായും എ പി അബൂബക്കർ മുസ്ലിയാരുമായും പിളർപ്പിലേക്ക് നയിച്ചത്. അതൊരു വിഷമത്തോടു കൂടി ഓർക്കുകയും ആ പിളർപ്പ് ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്ന പശ്ചാത്താപം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മുജാഹിദ് പ്രസ്ഥാനങ്ങളോടുള്ള നിലപാടിന്റെ പേരിൽ തന്നെയാണ് 89 സമസ്ത പിളരുന്നത്. അതിന്റെ കാരണം ഇപ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ ഓർത്തെടുക്കുന്നു. അപ്പോൾ ആ പിളർപ്പ് അനാവശ്യമായിരുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇ കെ വിഭാഗത്തിലെ നേതാക്കന്മാർ രംഗത്തെത്തുന്നു. ഹമീദ് ഫൈസി അമ്പലക്കടവും മുസ്തഫ മുണ്ടുപാറയും പോലുള്ള പ്രധാനപ്പെട്ട യുവ നേതാക്കന്മാരാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എ പി വിഭാഗവും ഇ കെ വിഭാഗവും ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളുടെയും നേതാക്കന്മാർ ഈ സ്ഥാപക തലത്തിൽ ഓർത്തെടുക്കുന്നു. ഇനി എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഇതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നത് ഈ ഒരു ആരോപണത്തിന്റെ പേരിലാണ്. എന്താണ്? സമസ്തയെ പിളർത്തിയത് മുജാഹിദ് വിഭാഗത്തിന്റെ ഗൂഢാലോചനയായിരുന്നു എന്ന്.
എടോ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ തനി പൊട്ടന്മാരാണെന്നല്ലേ ഇത്രയും കാലം വരെ അനുയായികൾ പറഞ്ഞിരുന്നതാണ്. E.K. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാനായ വലിയാണ്, എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്ന വലിയാണ്. E.K. അബൂബക്കർ മുസ്ലിയാർ മരിച്ചതിന് ശേഷം ഈ സംഘടനാ പ്രശ്നത്തിൽ ഇടപെടാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കാന്തപുരം ഔലിയാക്കളെ നേതാവാണ്, ഔലിയാക്കളെ സൂറയിലെ മെമ്പറാണ്. ഈ രണ്ട് ഔലിയാക്കളും പിന്നെ മൂന്നാമത്തെ ബഡ ഔലിയ ഇതിൽ കക്ഷിയാണ്. ഞാൻ ഷവൈക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് മഹാന്മാരായ ഔലിയാക്കളുണ്ടല്ലോ, ശംസും ഖമറും സൂര്യനും ചന്ദ്രനും, ഈ രണ്ട് ചങ്ങായിമാരും ഔലിയാക്കളാന്നുള്ള കാര്യത്തിൽ ഇവരുടെ അനുയായികൾക്ക് യാതൊരു സംശയവുമില്ല. ഈ ഔലിയാക്കൾ ആരാണ്? മറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം അറിയുന്ന മഹാന്മാരാണ് ഔലിയാക്കള്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും മറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയും, E.K. അബൂബക്കർ മുസ്ലിയാർക്കും മറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയും. എന്നിട്ടും ഇവരെ പിളർത്താൻ മുജാഹിദുകൾ ഗൂഢാലോചന നടത്തുന്നു എന്ന കാര്യം ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? അതുവരെ മനസ്സിലാക്കണ്ടേ? എന്നിട്ടോ ഇവർ ശൂറ കൂടി തീരുമാനിക്കണ്ടേ? ഔലിയാക്കളെ ശൂറ കൂടാം, സമസ്തന്റെ ശൂറ കൂടാം, ശൂറ കൂടി തീരുമാനിക്കണം. ഇതാ ഞങ്ങൾ രണ്ട് മഹാന്മാരായ ഔലിയാക്കൾക്ക് രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്, മറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട്, മുജാഹിദ് വിഭാഗം നമ്മെ പിളർത്താൻ ഗൂഢാലോചന നടത്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എന്തുവന്നാലും നാം പിളരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒട്ടിപ്പിടിച്ച് നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പിളരാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ മുജാഹിദ് വിഭാഗത്തിന് നിങ്ങൾ പിളർത്തന പണി തന്നെ? വേറെന്തൊക്കെ ഏർപ്പാടുണ്ട് ഇവിടെ? നിങ്ങൾ ഉണ്ടാക്കുന്ന ശിർക്കിനും കുഫറിനും എതിരെ ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ തന്നെ സലഫികൾക്കൂടെ നേരം കിട്ടുന്നില്ല. ഇവിടുത്തെ സലഫികളുടെ പ്രവർത്തനം മൂലം, ആ പ്രവർത്തനത്തിന്റെ സ്വാധീനം മൂലം നിങ്ങളുടെ പ്രസ്ഥാനത്തിനുള്ളിൽ അതിന്റെ ആശയം രൂപപ്പെട്ടിട്ടുണ്ട്, രൂഢമൂലമായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് വേറെ വിഷയം. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ സലഫികൾ ഉയർത്തിവിട്ട പരിവർത്തനത്തിന്റെ കുളിർക്കാറ്റ്, കൊടുങ്കാറ്റ് തൊട്ടു തൊലോടാതെ കടന്നുപോയ ഒരു ഖുറാഫി മൊല്ലയും കേരളത്തിലില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോണില്ല. അപ്പൊ സലഫികളുടെ പ്രബോധനത്തിന്റെ അനുരണനങ്ങൾ നിങ്ങളുടെ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ മുഷാവറയിൽ പോലും സലഫികൾ പറയുന്ന പല കാര്യങ്ങളെയും അംഗീകരിക്കുന്ന, ശരിവെക്കുന്ന ആളുകൾ ഇപ്പോൾ കാന്തപുരം ഈ മോങ്ങുന്ന സമയത്ത് പോലും ഉണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാൻ നട്ടലുള്ള ചങ്കൂറ്റമുള്ള ഒരു കുട്ടി കാന്തപുരം വിഭാഗത്തിൽ ഉണ്ടാവില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? സലഫികൾ നടത്തുന്ന പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ്. നമ്മുടെ കയ്യിൽ പല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട്, വിശ്വാസപരമായ പല വ്യതിചലനങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന മുഷാവറ അംഗങ്ങളുടെ കൂട്ടത്തില് നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഇരിക്കട്ടെ. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോടും അയാളുടെ പ്രസ്താവനയിൽ ഊറ്റം കൊള്ളുന്ന അനുയായികളോടും പറയാനുള്ളത്, നിങ്ങളുടെ വിഴുപ്പുപാണ്ഡം ഏറ്റെടുക്കാനുള്ള കുപ്പത്തൊട്ടിയല്ല ഇവിടുത്തെ സലഫികൾ. അത് മനസ്സിലാക്കണം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ഇങ്ങനെ ഓരോ ഫിത്നകൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ പാപഭാരക സലഫികൾ ഏറ്റെടുക്കണമെന്നോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞല്ലോ, ചില തൽപര കക്ഷികൾ ഞങ്ങളെ രണ്ടാളെയും ഭിന്നിപ്പിച്ചു. ആരാണ് ആ ഭിന്നിപ്പിച്ചത്? ആ ഭിന്നിപ്പിച്ച ആളുടെ പേര് പറയാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ധൈര്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് സലഫികളുടെ തലയിലേക്ക് അയാൾ ആ വീഴ്പ്പുപാണ്ഡം വിട്ടുകൊടുത്തത്. ആരാണ് അതിലെ ഒന്നാം പ്രതി? അതിലെ ഒന്നാം പ്രതി എല്ലാ വിഷയത്തിലും എന്ന പോലെ സാക്ഷാൽ CM മടവൂരാണ് സമസ്തയെ പിളർത്തിയത്. നിഷേധിക്കാൻ കഴിയോ? സമസ്തയെ പിളർത്തിയതും അതിന്റെ പേരിലുണ്ടായ കലാപങ്ങളും കുഴപ്പങ്ങളും മഹല്ല് ഭിന്നിപ്പുകളും കുടുംബത്തിലെ ഛിദ്രതയും എല്ലാ കുഴപ്പങ്ങളുടെയും മൂലകാരണം ഇവർ കുത്തുബുല്ലാലമെന്നും മുദബ്ബിറുല്ലാലമെന്നും കുത്തുബുല്ലത്താബ് എന്നും പറയുന്ന സാക്ഷാൽ CM മടവൂരാണ് സമസ്തയുടെ എല്ലാ ഭിന്നിപ്പിന്റെയും കാരണം. തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് വരാൻ പോവാണ്. നിങ്ങളൊന്ന് നിഷേധിക്കുക, ഞങ്ങൾക്കൊന്ന് കാണണം. പിടിച്ചോ ഒന്നാമത്തെ തെളിവ്? കാന്തപുരം വിഭാഗത്തിന്റെ സഹയാത്രികനായ അറിയപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിയായ CM ഇബ്രാഹിം തന്നെ പറയട്ടെ. അന്ന് എറണാകുളത്തുള്ള സന്ദർഭത്തിൽ ഞാൻ AP-ന്റെ കൂടെ അല്ല, അന്നും ഞാൻ സ്നേഹിച്ചത് E.K. ഉസ്താദിനെയാണ്. ഷേഖുന മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് മകനാക്കാട്ടി അധികം എന്നെ സ്നേഹിച്ചിരുന്നു മഹാനവർകൾ. കുട്ടിച്ചേര പോയി. ഞാൻ വളരെ സന്തോഷത്തോട് എറണാകുളം ഒരു സമ്മേളനമുണ്ട്, അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നില്ല, E.K. ആയിരിക്കും വിജയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയുള്ളാഹി മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് ഉടനെ എണീച്ചിരുന്നു. പറഞ്ഞേ തോബ ചെയ്യുക, തോബ ചെയ്യുക. മുഖം ചോന്നുപോയി. എല്ലാം കൂടി പേടിച്ച് ഞാൻ പറഞ്ഞു, തോബ ചെയ്തു. മുസ്ലിയാരെ, എന്താണ് നിങ്ങൾ പറയുന്നത്? E.K. നിങ്ങൾ അമ്മാമനല്ലേ? പറഞ്ഞു. ഉള്ളാളം
തങ്ങൾ AP വിഭാഗം ഹക്കാണ്, ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്. ഹക്ക് ഹക്കാവും. എറണാകുളം സമ്മേളനം വിജയിക്കൂ. CM ഇബ്രാഹിം പോവുക, എറണാകുളം പ്രസംഗിക്കുക. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ട്. ഉടനെ ഞാൻ ഇറങ്ങി. അന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഈ പറഞ്ഞ BB അബ്ദുള്ള കോയ. ഉടനെ എനിക്ക് ഫോൺ ചെയ്തു, CM അവർകളെ നിങ്ങൾ പോവാൻ പാടില്ല. ഞാൻ പറഞ്ഞു, മഹാനവർകളെ എന്റെ ഹൈക്കമാൻഡ് എനിക്ക് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു, ഞാൻ പോവാണ്ട് നിൽക്കാൻ പറ്റൂല. അതിന്റെ ശേഷം കരുണാകരൻ വിളിച്ചു. കരുണാകരൻ പറഞ്ഞു, ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എറണാകുളം പോവാൻ പാടില്ല. ഞാൻ കരുണാകരനോട് പറഞ്ഞു, കോൺഗ്രസിന്റെ കസാല എനിക്കൊരു പുല്ലാണ്. എന്റെ ഷേഖ് മടവൂർ അബൂബക്കർ മുസ്ലിയാർ ഉത്തരവിട്ട് കഴിഞ്ഞു, കോൺഗ്രസ് ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ എറണാകുളം പോകും. ലീഗിന്റെ നേതാക്കളോട് അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നത് AP കൂടെ അല്ല, അള്ളാന്റെ വലിയ CM വലിയുള്ളായി അവര് ഉത്തരവിട്ട് കഴിഞ്ഞു, നിങ്ങൾ ഇനി വിജയിക്കില്ല. ഇയാൾ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു ബടായി വീരനാണ്. ഇയാള് കർണാടകക്കാരനാണ്, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, ഒരു ജാഹിലാന്നുള്ള അഹങ്കാരമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. കാന്തപുരം വിഭാഗത്തിന്റെ ഒരുവിധം പ്രസംഗ സ്റ്റേജിലൊക്കെ ഇയാളുണ്ടാവും. ഇയാളെ ഈ ബടായി കേട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ തക്ബീറിലും. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞത്, എറണാകുളം സമ്മേളനം, അതായത് സമസ്തയുടെ ഭിന്നിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു എറണാകുളത്ത് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം. ആ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോ അതിൽ പങ്കെടുക്കരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. അങ്ങനെ ഇയാളും ആ EK അബൂബക്കർ മുസ്ലിയാരെ കൂടെ ഇരുന്ന ആ കാലത്ത്, അങ്ങനെ ഇയാളെ വലിയ പടച്ചവനാണ് ആ കാലത്ത് തന്നെ മടവൂരിന്റെ അടുത്ത് ഇയാൾ പോയിട്ട് പറഞ്ഞു, എറണാകുളത്തൊക്കെ ഒരു സമ്മേളനം വരുന്നുണ്ടല്ലോ, അത് വിജയിക്കാനൊന്നും പോണില്ലോ എന്ന് പറഞ്ഞപ്പോ വലിയൊരു സഭയിൽ മൂപിക്കാത്ത് ചെയ്ത പോലെ മടവൂര് പറഞ്ഞു, തൗബ ചെയ്യുക. അതായത് തൗബ ചെയ്യാനാണ് ഈ പറയുന്നത്. അങ്ങനെ തൗബ ചെയ്യാൻ പറഞ്ഞപ്പോ ഇയാൾ ചോദിച്ചു, എന്തിനാണ് തൗബ ചെയ്യണത്? EK അബൂബക്കർ മുസ്ലിയാർ നിങ്ങൾ അമ്മാവനല്ലേ, ആ EK അബൂബക്കർ മുസ്ലിയാരെ കൂടല്ലേ നമ്മൾ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ മടവൂർ കണ്ണും മോറും ചുവന്നിട്ട് പറഞ്ഞു, അതാ കാന്തപുരം ഉള്ളാൾ തങ്ങളും ഹക്കാണ്, നിങ്ങൾ അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ആലം 18,000 നിയന്ത്രിക്കുന്ന മടവൂര്, ആ മടവൂരിന് സമസ്തയിൽ വഹാബികൾ ഉണ്ടാക്കിയ ഈ ഭിന്നിപ്പിനെ തടയാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ പ്രശ്നം, എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയുന്ന മടവൂര്, ആ മടവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഭിന്നിപ്പുണ്ടാകുമ്പോ APയെയും EKയെയും ഒരുമിച്ച് നിർത്തേണ്ടതിന് പകരം അയാൾ അതിൽ കക്ഷി ചേർന്ന് ആ ഭിന്നിപ്പിന് ആക്കം കൂട്ടി. അങ്ങനെ സമസ്തയെ ഭിന്നിപ്പിച്ചത് സാക്ഷാൽ CM മടവൂരാണ്. അല്ല നിങ്ങൾ നിഷേധിക്കും? എന്ത് ന്യായം പറഞ്ഞിട്ട് അങ്ങ് നിഷേധിക്കുക? നിങ്ങളെ മടവൂരിനോ നിങ്ങളെ കാന്തപുരത്തിനോ EK അബൂബക്കർ മുസ്ലിയാർക്കോ വിലായത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യം പോട്ടെ, കഴിഞ്ഞ കാര്യങ്ങൾ പോട്ടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യാനുള്ള കേവല ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇതാ ഈ ഭിന്നിപ്പ് വഹാബികൾ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പാണ്, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പൂർവാധികം ശക്തിയോടെ ഒട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയല്ലായിരുന്നോ വേണ്ടത്? നിങ്ങൾ ഭിന്നിക്കാൻ പാടുണ്ടോ? എന്നിട്ട് CA ഇബ്രാഹിം ബടായി പൊട്ടിക്കാണ്. എന്ത്? അന്ന് കരുണാകരൻ പറഞ്ഞത്ര ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട്, എറണാകുളം സമ്മേളനത്തിന് പോകാൻ പാടില്ല എന്ന്. അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു? ഇന്റെ ഹൈക്കമാൻഡ് കുട്ടിച്ചെറിയി കിടക്കണ മടവൂറോറാണ്, അതാണ് ഇന്റെ ഹൈക്കമാൻഡ്. എന്നിട്ട് മൂപ്പര് ഭീഷണി ലീഗിന്റെ നേതാക്കന്മാരോട് പറഞ്ഞത്ര, മടവൂരിനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ടെന്ന്. ആ പറഞ്ഞ മടവൂരിന്നവിടെ, ഈ ബടായി പൊട്ടിച്ച ഇച്ചങ്ങായി ഇന്നവിടെ, മുസ്ലിം ലീഗ് ഇന്നവിടെ കിടക്കണത്. മുസ്ലിം ലീഗിനെ തകർക്കാൻ പോലും കഴിഞ്ഞോ? പോലെ മടവൂരിനും CA ഇബ്രാഹിക്കും കാന്തപുരത്തിനും കഴിഞ്ഞോ? ഇരിക്കട്ടെ. ഇനി അതൊരു വശത്ത് ഇവര് പറഞ്ഞല്ലോ വഹാബികളാണ് ഭിന്നിപ്പുണ്ടാക്കിയത് എന്നുള്ളത്. ഇനി വേറെ ഔലിയായ EK അബൂബക്കർ മുസ്ലിയാര്, ഈ ഭിന്നിപ്പിന് ശേഷം EK അബൂബക്കർ മുസ്ലിയാര് കാന്തപുരത്തെക്കുറിച്ചും ആ വിഭാഗത്തെക്കുറിച്ചും പറഞ്ഞത് എന്താ? EK അബൂബക്കർ മുസ്ലിയാർ പറയട്ടെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ സമയത്തെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവരെ ബുദ്ധിപിടിച്ച് പുറത്തുള്ളതാണ് ഞങ്ങൾ ചെയ്തതിന് കാരണം. ഒന്നും കൂടി നോക്കാമല്ലോ, മനുഷ്യന് നന്നായിക്കൂടി. അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഒരു എറണാകുളത്ത് സ്റ്റേറ്റ് സമ്മേളനം സുന്നി യുവജന സംഘത്തിന്റെ നടക്കാൻ പോകുന്നുണ്ട് എന്നൊരു പ്രചാരണം. അതിൽ അവരുടെ സുന്നികളായി പറയില്ല. ജനുവരി 22 സമ്മേളനം, ജനുവരി 9 മലയാള മനോരമ എടുക്കുന്നത് നോക്കി. കേരളത്തിലുള്ള മറ്റ് സ്ഥിതികൾ നോക്കി. കോഴിക്കോട്ട് നിന്നും പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ഫത്വ എന്താണ്? ഫത്വ ഈ ഒരു സുന്നിക്ക്, ഈ ഏത് സുന്നിയായാലും ആ സുന്നിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാം. മതിയോ? കണ്ടോ? അങ്ങനെ
എന്ത് ചെയ്തു? എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതെ കാണാം. സുന്നത്ത് കഴിക്കാത്ത സുന്നി അള്ളാഹു അക്ബർ അമ്മാന്ന് പറയാനാണ് അള്ളാഹു അക്ബർ. ഇതെന്തിനാണ് ഈ ജാതി പണിയെടുക്കുന്നത്? എന്നിട്ട് കളവെന്തിന് പറയുന്നത്? കളവെന്തിനാണ് പറഞ്ഞു നടക്കുന്നത്? ഒരു മുസ്ലിമെ ചേർന്നാണ്. പിന്നെ അതും കഴിഞ്ഞു. അങ്ങനെ പിന്നെ പോയിട്ട് എന്തായി? പിന്നെ ഫുൾ സുന്നി, മുഴുവൻ സുന്നി, അവൻ മാത്രം സുന്നി, അവനും അവന്റെ കൂടെ 3-4 ആളും മാത്രം സുന്നി, വേറെ ആരും സുന്നിയില്ല. കേട്ടില്ലേ? അവൻ മാത്രം സുന്നി, അവനും അവന്റെ കൂടെ നിൽക്കുന്ന 3-4 ആളുകളും മാത്രം സുന്നി. ആരാണ് അവൻ? കാന്തപുരം. ആ കാന്തപുരത്തിനെ കുറിച്ച് ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറയാണ്. ഒരു വലിയായ കാന്തപുരത്തിനെ കുറിച്ച് മറ്റൊരു വലിയായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറയുന്നു. ഇവർ തമ്മിലുണ്ടായ ഭിന്നിപ്പിന്റെ കാരണമാണ് ഈ പറയുന്നത്. എടോ, ഇതിൽ ഒരു സ്ഥലത്തെങ്കിലും ഈ ഭിന്നിപ്പിന്റെ പിന്നിൽ വഹാബികളായിരുന്നു എന്ന് ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടോ? മൂപ്പർക്ക് മനസ്സിലായിട്ടില്ലേ? മൂപ്പർ എല്ലാം അറിയുന്ന വലിയ ആളല്ലോ നിങ്ങളെ വാദപ്രകാരം. ഈ ശംസുൽ ഉലമ എന്ന് പറഞ്ഞ ഈ സാധനം മരിച്ചതിന് ശേഷം നിങ്ങളെ പല സമ്മേളനത്തിലും വന്നിട്ടുണ്ടെന്നാണല്ലോ. ശംസുൽ ഉലമ വലിയാണെന്നുള്ള കാര്യത്തിൽ ഇവിടെ എ പിക്കാർക്കും ഇ കെക്കാർക്കും തർക്കമല്ല. കുറച്ചു കാലങ്ങൾ മുമ്പ് തള്ളി പറഞ്ഞെങ്കിലും ഇപ്പൊ ഏതൊരു കാന്തപുര വിഭാഗത്തിന്റെ ആളോട് ചോദിച്ചു കഴിഞ്ഞാലും ശംസുൽ ഉലമനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയല്ലേ എന്നാ പറയാ. ഈ വലിയായ ശംസുൽ ഉലമ എന്ന് പറയുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർക്കും മനസ്സിലായില്ല ഇതിന്റെ പിന്നിൽ വഹാബികളെ ഗൂഢാലോചന ഉണ്ടെന്ന്. മൂപ്പര് പറഞ്ഞത് കാന്തപുരത്തിന്റെ കുൽസിത പ്രവർത്തനമാണ് ഈ ഭിന്നിപ്പിന് കാരണം എന്നാ. പല പ്രാവശ്യം ഇവർക്ക് താക്കീത് കൊടുത്തു. നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് താക്കീത് കൊടുത്താണ്, നന്നായില്ല. അങ്ങനെ എറണാകുളത്ത് സമ്മേളനം പ്രഖ്യാപിച്ചു. ആ സമ്മേളനത്തിന് 4 ദിവസം മുമ്പ് ഇവർ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഏത് സുന്നിക്കും കമ്മ്യൂണിസ്റ്റ് ആകാം എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പറയാ സുന്നി സമ്മേളനമാണത്രേ. ആ സുന്നി സമ്മേളനത്തിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അവിടെയുള്ള ഓരോരുത്തന്മാരുടെ തുണി പൊക്കി നോക്കിയാൽ മനസ്സിലാകുമായിരുന്നു സുന്നത്ത് കഴിക്കാത്ത സുന്നിയാണ് അവിടെ പലരും ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാകുമായിരുന്നു എന്ന് പരിഹസിക്കുന്നു. ആര്? നിങ്ങളുടെ ഉസ്താദായ ശംസുൽ ഉലമ എന്ന് പറയുന്ന വലിയായ നിങ്ങളുടെ നേതാവ്. ഇതിലെന്തോളം വഹാബികൾക്ക് പങ്ക്? ഞങ്ങൾ നിങ്ങളെ ഭിന്നിപ്പിക്കാനും വന്നിട്ടില്ല, നിങ്ങളെ തുണിമാട വെക്കാനും വന്നിട്ടില്ല. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഇവിടെ. ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവസാനം പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ, അവിടെ പോയി തുണി പൊക്കി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു സുന്നത്ത് കഴിക്കാത്ത സുന്നിയാണെന്നുള്ളത്. അതിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ട്? കാന്തപുരം വിഭാഗം അതിനുശേഷം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കളായ ഔലിയാക്കളൊക്കെ ഞങ്ങളെ കൂടെയാണ്. സമസ്തയിൽ ഭിന്നിപ്പുണ്ടായപ്പോ എല്ലാ ഔലിയാക്കളും ഞങ്ങളെ കൂടെയാണ്. ഇവരെ കാര്യപ്പെട്ട പല ഔലിയാക്കളും സുന്നത്ത് കഴിക്കാത്ത ആൾക്കാരുമാണ്. ഇപ്പോ ഓച്ചിറ ദാമോദരൻ, കുപ്പയിലുപ്പാപ്പ കുപ്പസ്വാമി എന്ന് പറയുന്ന ദാമോദരൻ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടോ? താനൂരുപ്പാപ്പാരുടെ കുറെ കാലം ഏറ്റുകൊണ്ടിരുന്നു, സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പതാ ഏർവാടിയിൽ ഒരു ചങ്ങായി, ഒരു ശങ്കരേട്ടനോ വേലായുധേട്ടനോ, ഞാൻ വരുന്നുണ്ട് ഏർവാടി തീർക്കന്നെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതും വലിയ നടക്കുന്നു കുറെ ടീം സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ ഈ സുന്നത്ത് കല്യാണം കഴിക്കാത്ത കുറെ ഔലിയാക്കളെ എറണാകുളം സമ്മേളനത്തിൽ വന്നിട്ടുണ്ടാവും. അതിനൊക്കെ മാടി വെക്കി കഴിഞ്ഞാൽ കാണൂല അത് സുന്നിയല്ല, സുന്നത്ത് കല്യാണം കഴിക്കാത്ത സുന്നിയാണെന്ന് മനസ്സിലാവുമല്ലോ. അതായിരിക്കാം ഇ കെ അബൂബക്കർ മുസ്ലിയാർ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ഇരിക്കട്ടെ, ഇത്ര നിശിതമായിട്ടാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിനെ വിമർശിച്ചത്. ഇ കെ കാന്തപുരത്തിനെ എങ്ങനെ വിമർശിക്കുമ്പോ കാന്തപുരം ടീം അങ്ങനെ വെറുതെ ഇരിക്കുവോ? ആ കാന്തപുരം ടീം ഇ കെ അബൂബക്കർ മുസ്ലിയാരെ വിശേഷിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കി. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്യത്ത് ഉസ്താദിനെയും എന്താ അയാൾ പറഞ്ഞതെന്നറിയോ? പുഞ്ചാക്കാണ്, മന്ദബുദ്ധിയാണ്, അത്തുംബുദ്ധിയാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഇവിടുത്തെ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെ കൊണ്ടൊക്കെ ആ മഹാനായ പണ്ഡിതനെതിരാക്കി കവലകളിലും പൊതുവേദികളിലൊക്കെ വളരെ നിസ്സാരപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രാസംഗന്മാരെ കൊണ്ട് പ്രസംഗിപ്പിച്ച് മാത്രമല്ല മഹാനായ സുൽത്താൻ ആരിഫീൻ ശംസുൽ ഉലമ ശൈഖുനാ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ആ അദ്ദേഹം എഴുതി അദ്ദേഹം നടത്തുന്ന ഒരു നടക്കാവിലെ വാറോലുണ്ട്, ഒരു നോട്ടീസ് സിറാജ് പത്രം, അതിൽ ജൂത പണ്ഡിതൻ എന്നിവരെ ശൈഖുനാ ശംസുൽ ഉലമയുടെ ഒരു ശിഷ്യനെ കൊണ്ട് എഴുതിച്ച ആ മാന്യവ്യക്തി മാപ്പർഹിക്കുന്നില്ല. ഇതാരായി പറയുന്നതറിയോ? ഇ കെ വിഭാഗത്തിന്റെ തലമുതിർന്ന പണ്ഡിതൻ കുട്ടി ഹസൻ ദാരിമി
മൂപ്പര് പിളർപ്പിന്റെ സമയത്തൊക്കെ അതിന്റെ ഭാഗവാക്കായ ആളാ, അതിൽ ഇടപെട്ട ആളാ പല വിഷയങ്ങളിലും. മൂപ്പര് പറയണേ ആ കാലഘട്ടത്തില് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും കണ്ണിയത്തിനെ കുറിച്ചും ഉപ്പും ചാക്ക് എന്ന് വിളിച്ചു, അത്തും പിത്തും ബാധിച്ചവർ എന്ന് വിളിച്ചു, പൊട്ടന്മാരെന്ന് വിളിച്ചു, ലോകം തിരിയാത്തവരെന്ന് വിളിച്ചു, സുന്നത്ത് ജമാഅത്ത് ചോർന്നു പോയവരാണെന്ന് വിളിച്ചു. മാത്രമല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന സിറാജ് പത്രത്തിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ജൂത പണ്ഡിതൻ എന്ന് വിളിച്ചു. പറയടോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ അയാളെ താങ്ങി നടക്കുന്ന അനുയായികളോ പറയട്ടെ, ഇതിലെന്തോടോ സലഫികൾക്ക് പങ്ക്? നിങ്ങൾ തമ്മിൽ വിശേഷിപ്പിച്ച തോന്നിയാസങ്ങളും വിശേഷണങ്ങളുമാണിത്. ഞങ്ങൾക്ക് ഇതിലെന്ത് പങ്ക്? നിങ്ങൾ എല്ലാ പാപമാരും ഞങ്ങൾ തലയിടല്ലേ? നിങ്ങളെ വീഴ്പുപാണ്ടും ഏറ്റാൻ നടക്കുന്ന ആൾക്കാരല്ല സലഫികള്, അത് മനസ്സിലാക്കി നിങ്ങള്. അങ്ങനെ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ സലഫികൾ കയ്യും കെട്ടി വായും പെട്ടി മുണ്ടാതിരിക്കുമെന്ന് കാന്തപുരം മുസ്ലിയാർ വിചാരിക്കണ്ട, അയാളെ പേര് നടക്കുന്ന അനുയായികളും വിചാരിക്കണ്ട. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങളെ ഭിന്നിപ്പിൽ ഞങ്ങളോ? ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ ഭിന്നിപ്പിന്റെ ഒന്നാം പ്രതി സാക്ഷാൽ CM മടവൂരാണ്. ആ CM മടവൂരാണ് ഈ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഏറ്റവും വലിയ തോന്നിയാസം പറഞ്ഞത്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സിറാജ് പത്രത്തിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ജൂത പണ്ഡിതൻ എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ CM മടവൂർ എന്ന വ്യക്തി സ്വന്തം അമ്മാവനായ സ്വന്തം ഗുരുനാഥനായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞത് കാഫിർ എന്നാണ്, അല്ലേ? കേരളത്തിൽ വലിയ പ്രകമ്പനുണ്ടായ, വലിയ കോളിളക്കമുണ്ടാക്കിയ വിവാദ പ്രസ്താവനകളാണ് അതൊക്കെ. കേട്ടു നോക്കിയും അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പം അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാൻ ഇതൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് പാൽ തുറന്നെത്തിയാന്ന് ഒരാളോടും ഉണ്ടാത്ത കാലാ തരാൻ ചേച്ചി സ്ഥലം വിളിക്ക്. സ്ഥലം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു പോകണം. അപ്പാണ് നമ്മുടെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറക്ക് പല അർത്ഥമുണ്ട്, അയക്കുമല്ല. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചല്ലാരും. പ്രസിഡന്റോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? ആരാണോ ഈ വെളിപ്പെടുത്തുന്നത്? കാന്തപുരം വിഭാഗത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഈ ഉള്ളാൾ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അച്ചങ്ങായി പറയാണ്, അയാൾ പറയും ഞാൻ ഈ ഔലിയാക്കളെ പിന്നാലെ പോകുന്ന പണിയൊന്നും എനിക്കില്ല, പിന്നെ അതൊക്കെ കൗമ പോയിക്കോളും. അവരുടെ ഔലിയുണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് പോയ, ഇവിടെ ഔലിയുണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് പോയ, മറ്റൊരുത്ത് വേറെ മുറിച്ചാത്ത ഔലിയുണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് പോയ, അതൊക്കെ കൗമിന്റെ ഏർപ്പാടാണ്. ഞാൻ അങ്ങനൊന്നും പായലില്ല. വലിയ നിവൃത്തികേടുണ്ടാകുമ്പോൾ കൊടുങ്ങുമ്പോൾ മാത്രമേ പോലുള്ളൂ. അങ്ങനെ ഈ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായ സമയത്ത് മടവൂരിന്റെ അടുത്ത് പോയി. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊക്കെ നടക്കുകയുള്ളൂ, വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ മടവൂര് പറഞ്ഞു, അൻത അലൽ ഹക്ക്, നിങ്ങൾ സത്യത്തിന്റെ മുകളിൽ അടിയുറച്ചു നിന്നോളണം, നിങ്ങൾ സത്യത്തിന്റെ മുകളിലാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു, അപ്പുറത്തുള്ള ഇ.കെ. ഉസ്താദല്ലേ, വലിയ നേതാവല്ലേ, നിങ്ങൾ അമ്മോനല്ലേ, നിങ്ങൾ ഉസ്താദല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ കഫറ, ഇ.കെ. കാഫറായി പോയിട്ടുണ്ട് എന്ന് മടവൂര് പറഞ്ഞതാ. എടോ, ഈ ഭിന്നിപ്പ് മുജാഹിദുകൾ ഉണ്ടാക്കിയതാണെങ്കിൽ, സലഫികൾ ഉണ്ടാക്കിയതാണെങ്കിൽ എന്തിനാണോ നിങ്ങളുടെ ഏറ്റവും വലിയായ മടവൂര് വേറെ വലിയായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് അവൻ കാഫറായി എന്ന് പറഞ്ഞത് എന്തിനാ? ഞങ്ങൾക്ക് ഇതിലെന്താ റോള്, നിങ്ങൾക്ക് ഇതിലെന്താ റോള്? ആരാ ഈ ഭിന്നിപ്പിന്റെ പ്രധാനപ്പെട്ട കക്ഷി? ഒന്നാം പ്രതി മടവൂരാണ്. ഞങ്ങൾ ഇതിൽ മൂന്നാം പ്രതി അല്ല, നാലാം പ്രതി അല്ല, അഞ്ചാം പ്രതി അല്ല. എന്നിട്ട് മൂപ്പര് പറയണ ഇത് വലിയ വിവാദമായപ്പോ ഏപ്പിക്കാരി വ്യാഖ്യാനിച്ച് രംഗത്തൊന്നു. കഫറ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു എന്നൊരർത്ഥം കൂടിയുണ്ട്. അതാണ് ഇയാൾ പറഞ്ഞു, കഫറൊക്കെ പല അർത്ഥമുണ്ട്, അതൊക്കെ എനിക്കും അറിയാം, പക്ഷെ ഇവിടുത്തെ അർത്ഥമല്ല. കഫറ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു എന്ന അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മടവൂര് ഇ.കെ. കുറിച്ച് പറഞ്ഞത്? ഓം കാഫറായി എന്ന് പറഞ്ഞാൽ ഓം കൃഷിക്കാരനായിരുന്നോ? ചോദിക്കട്ടോ, എന്ത് കൃഷിയാണ് ഇ.കെക്ക് ഉണ്ടായിരുന്നത്? നെൽകൃഷി ഉണ്ടായിരുന്നോ? പയറും കൃഷി ഉണ്ടായിരുന്നോ?
പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നോ? വേറെന്ത് കൃഷി ഉണ്ടായിരുന്നത്? ഞങ്ങളെ അറിവിലായൊക്കെ ആകെ കൃഷി ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ശിർക്കും ഖുറാഫാത്തും കുഫറും പ്രചരിപ്പിക്കുന്ന കൃഷി. അതല്ലാതെ ഈ ഒരു കൃഷി ഉള്ളതായിട്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇയാൾ പറയാണ്, എന്നിട്ട് ഇങ്ങനെ എല്ലാവരും എനിക്കെതിരെ, ഞാൻ ഈ നടത്തിയ പരാമർശത്തിനെതിരെ പ്രസിഡന്റിനും അവർക്കും പോർക്കും ഖാത്തും കൂത്തും ഒക്കെ കൊടുത്തിട്ട് എന്തുണ്ടായി? പറഞ്ഞോലൊക്കെ എവിടെ ചോദിക്കുക? പറഞ്ഞോനും പോയി, കേട്ടോനും പോയി. പക്ഷെ ഞങ്ങളിവിടെ ബാക്കിയുണ്ടല്ലോ, നിങ്ങളെ കോമും ഇവിടെ ബാക്കിയുണ്ടല്ലോ, നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം ഇവിടെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ഇത് കാലാകാലം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവസരത്തിനൊത്ത് കള്ളക്കണ്ണീരൊഴുക്കി ഈ സമസ്തയിലെ ഭിന്നിപ്പിന്റെ ഉത്തരവാദിത്വം സലഫികളുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിച്ചാൽ ഈ പ്രസംഗം ഞങ്ങൾ കുത്തിപ്പൊക്കും. നിങ്ങൾ ഉണ്ടാക്കിയ അവിഹിത ഗർഭത്തിന് ഞങ്ങൾ സമാധാനം പറയാ, പോയി പണിയെ കൊടുന്ന്. സഹോദരങ്ങളെ, കഴിഞ്ഞില്ല മടവൂരിന്റെ ഫിത്തനകള്. മടവൂർ ആ കാലത്ത് മടവൂരിനെ കാണാൻ വന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നു, എന്താ ഈ വിഷയത്തിൽ നിങ്ങൾ കാന്തപുരത്തിന്റെ പിന്നാലെ നിൽക്കണം. എന്നാ അയാൾ പറയേണ്ടത് എന്താണ്? ഇതാ, നിങ്ങൾ ആരും ഇതിൽ കക്ഷി ചേരാൻ നിൽക്കണ്ട, ഇത് വഹാബികൾ ഉണ്ടാക്കിയ ഭിന്നിപ്പാണ്, ഇത് ഏപ്പിനെയും ഈക്കനെയും ഭിന്നിപ്പിച്ചാലേ ഓൽക്ക് ഇവിടെ വളരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവരുണ്ടാക്കിയ ഭിന്നിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭിന്നിപ്പിന്റെ കക്ഷി ചേരാൻ നിൽക്കരുത് എന്ന് പറയില്ല വേണ്ടത്. ഇയാളെ കാണാൻ വന്ന ആളുകളോട് മുഴുവനും കാന്തപുരത്തിന്റെ കൂടെന്നോ എന്ന് പറഞ്ഞിട്ട് ഈ മടവൂർ ഈ ഭിന്നിപ്പിലേക്ക്, എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വേറെ മുസ്ലിയാർ പറയട്ടെ. ആ സമയത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ഞാൻ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, അങ്ങോട്ട് ചുമരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കെടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചെന്നു അസ്സലാമു അലൈക്കും, എന്താ നിങ്ങൾ വന്നു? ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഇവിടെ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് എടുക്കുന്നോടന്ന് അവിടുന്ന് ഇരുന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ അകംകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? വീണ്ടും ചോദിക്കുവാണ്, നിങ്ങളുടെ അകംകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെടരുത്, അതിനാണ് ഞാൻ ഇവിടെ വന്നത് എന്നോട്. അപ്പോൾ എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരെ അല്ലാഹു ഉയർത്തപ്പെട്ടു. വീണ്ടും പറഞ്ഞു, അവരെ അല്ലാഹു ഉയർത്തപ്പെട്ടു. അവരെ പിന്നിൽ നിന്നോ നിന്റെ കഴുത്തിൽ വാളുകൊണ്ട് മൂർന്ന് അറക്കപ്പെട്ടാലും പിന്മാറരുത്. എന്ന് ഈ ഹദീസ് മോദി നിങ്ങൾക്ക് പോകാം. ഇത് പറഞ്ഞു അന്ന് ഞാൻ ഉറപ്പിച്ചു. അന്ന് കാന്തപുരം ഉസ്താദ് ഇങ്ങനെയൊന്നും ഉയർന്നിട്ടില്ല. അപ്പോൾ ഉറച്ചു നിന്നു. അങ്ങനെ മഹാനായ ശൈഖുനായുടെ ആ ഉറപ്പ് പ്രകാരമാണ്. എന്നാൽ മർക്കസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാണ്? മടവൂർ CM വലിയുള്ളാഹി തങ്ങളാണ്. സഹോദരങ്ങളെ, ഈ ഭിന്നിപ്പിന്റെ സമയത്ത് മടവൂരിനെ കാണാൻ വന്ന ആളുകളോട് മുഴുവനും മടവൂർ പറഞ്ഞു, അതാണത്രേ കാന്തപുരമാണ് ഹക്കിന്റെ ഭാഗത്ത്, കാന്തപുരത്തിന്റെ പിന്നാലെ ഉറച്ചു നിൽക്കണം. അപ്പൊ ഇയാൾ അനുഭവം പറയാണ്. ഈ ഭിന്നിപ്പുണ്ടായ സമയത്ത് ഇയാളെ മഹല്ലിൽ പല പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇയാൾ മടവൂരിനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇപ്പൊ 2 ഗ്രൂപ്പുകളാണല്ലോ, ഞാൻ എന്ത് ചെയ്യണം? അപ്പം മടവൂര് ഗൗരവത്തോടു കൂടി ചോദിക്കുകയാണ്, നിങ്ങളുടെ അകംകണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലേ കാന്തപുരാണ് സത്യത്തിന്റെ ആള് എന്നുള്ളത്? അതുകൊണ്ട് കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും നിങ്ങൾ കാന്തപുരത്തിന്റെ പിന്നാലെ നിൽക്കണം. മടവൂര് പറഞ്ഞതാണ്. എല്ലാം അറിയുന്ന മടവൂര്, ത്രികാലജ്ഞാനിയായ മടവൂര്, അർശിനെയും കുർസിയെയും നിയന്ത്രിക്കുന്ന മടവൂര്, ആലം 18,000 നിയന്ത്രിക്കുന്ന മടവൂര്, സമസ്തയെ നിയന്ത്രിക്കുന്ന മടവൂര്. ആ മടവൂരിനെ സംബന്ധിച്ചിടത്തോളം വഹാബികൾ ഉണ്ടാക്കിയ ഈ ഭിന്നിപ്പ്, വഹാബികൾ ഇടപെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് സമസ്തയെ ഭിന്നിപ്പിക്കുമ്പോൾ മടവൂർ എടുക്കേണ്ട നിലപാട് ഇതായിരുന്നോ? മടവൂർ എന്താ ഇയാളടക്കമുള്ള ആളുകളോട് പറയേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഇത് നിങ്ങൾ ബേജാറാകണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം ശരിയാകും. കാന്തപുരം സത്യത്തിന്റെ ഭാഗത്താണ്, ഈക്കയും സത്യത്തിന്റെ ഭാഗത്താണ്. നിങ്ങൾ 2 കൂട്ടരുടെയും പിന്നാലെ നിൽക്കണം, ആരുടെയും പിന്നാലെ പ്രത്യേകം കക്ഷി ചേരേണ്ടതില്ല. ഇത് വഹാബികൾ ഉണ്ടാക്കിയ ഫിത്തനയാണ്, ഇത് നമുക്ക് സോൾവ് ആക്കാം എന്നല്ലേ മടവൂര് പറയേണ്ടത്? മറിച്ച് മടവൂര് ഭിന്നിപ്പിന് ആക്കം കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭിന്നിപ്പില് വഹാബികൾക്ക് യാതൊരു പങ്കുമില്ല. ഇതിന്റെ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയും മടവൂരും മടവൂരിനെ താങ്ങി നടക്കുന്ന കാന്തപുരവുമാണ്. എന്നിട്ട് ഈ മുസ്ലിയാർ ലാസ്റ്റ് പറയാണ്, ഇന്നും മർക്കസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ശൈഖുനാ മടവൂരാണ്. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയണങ്ങള്, എന്നാലേ ഈ മർക്കസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വലിയ ഫിത്തനകളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഈ ക്ലിപ്പ് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ.
ഇതുകൊണ്ട് തീർന്ന സഹോദരങ്ങളെ, ഇവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു കണ്ണിയത്ത്. ഈ കണ്ണിയത്ത് എന്ന് പറയുന്ന ആളും വലിയ നമലവാദം. ആ കണ്ണിയത്തിനെ കുറിച്ച് ഈ ഭിന്നിപ്പിന്റെ ശേഷം കാന്തപുരം വിഭാഗം പറഞ്ഞതെന്താ, ഇവരെന്നെ പറയട്ടെ. കണ്ണിയത്ത് ഉസ്താദിന് അത്തും പിത്തുമാണെന്ന് പറഞ്ഞവർ, ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്ത് ചോർന്നുപോയി എന്ന് പറഞ്ഞവർ, കണ്ണിയത്തിനും ശംസുൽ ഉലമക്കുമെതിരെ കോടതിയിൽ കേസ് കൊടുത്തവർ, തന്റെ ഉസ്താദുമാരായ മഹാനായ ശംസുൽ ഉലമയെയും നേതാക്കന്മാരെയും ഖരാവോ ചെയ്യാൻ ശ്രമിച്ചവർ, അങ്ങനെ തുടങ്ങി മഹാന്മാരായ ഈ രണ്ട് ആലിമീങ്ങളെ ആവുന്നത്ര വേദനിപ്പിക്കുകയും അവരെ കണ്ണീര് കുടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ് വിഘടിതന്മാരായ ആളുകൾ, അഥവാ ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാരും സംഘവും. എടോ, ഇത് വഹാബികളെ കുറിച്ചല്ലേ ഈ പറയണത്? കാന്തപുരം അബൂബക്കർ മൊയ്ലിയാർ പറഞ്ഞത് വഹാബികളുടെ ഗൂഢശ്രമം മൂലം ഭിന്നിച്ചു എന്നാണല്ലോ. എന്നെയും ഈക്കെയും ഭിന്നിപ്പിച്ചത് ചില പ്രത്യേക താല്പര്യക്കാരാണ്. ആരാ താല്പര്യക്കാര്? വഹാബികള്. ആ വഹാബികളുടെ ഇടപെടൽ മൂലമാണ് ഞങ്ങൾ ഭിന്നിച്ചത് എന്ന് പറഞ്ഞ് മോങ്ങുന്ന, മുതലക്കണ്ണീരൊഴിക്കുന്ന, കള്ളക്കണ്ണീരൊഴിക്കുന്ന കാന്തപുരത്തെ കുറിച്ചാണ് ഈ കെ വിഭാഗത്തിലെ പണ്ഡിതൻ ഈ പറയണത്. എന്താ പറഞ്ഞത്? കണ്ണിയത്തിനെ കുറിച്ച് അത്തും പിത്തുമാണെന്ന് പറഞ്ഞു. ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്ത് ചോർന്നു പോയി എന്ന് പറഞ്ഞു. ഇവർക്ക് യാതൊരു ചോർച്ചയും വന്നിട്ടില്ല. ഇവരിങ്ങനെ അരിപ്പേറ്റ് നടക്കുകയാണ്. എവിടെയും ചോരുണ്ടോ ഉണ്ടെങ്കിൽ താങ്ങാൻ വേണ്ടിയിട്ടും അരിക്കാൻ വേണ്ടിയിട്ടും നടക്കുകയായിരുന്നു ഈ കോമ്. കണ്ണിയത്തും ഈ കെ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകളെ കോടതി കയറ്റി ഖരാവോ ചെയ്തു. ഇതൊക്കെ ചെയ്ത ആളുകളാണ് ഇവിടുത്തെ വിഘടിതര്. ആരാ വിഘടിതര്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സംഘവും. ചോദിക്കട്ടോ, ഇതിൽ സലഫികൾക്ക് എന്താ പങ്ക്? വഹാബികൾക്ക് എന്താ പങ്ക്? നിങ്ങൾ ഞങ്ങളെ തലയിൽ കിട്ടുകയാണ് മുങ്ങാൻ വരട്ടെ. സുഹൃത്തുക്കളെ, ഇതിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്തത് ഇന്ന് ഈ മോങ്ങുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. അത് തിരിച്ചറിഞ്ഞവരാണ് ഈ കെ വിഭാഗത്തിലെ പണ്ഡിതർ. അതുകൊണ്ട് തന്നെ കാന്തപുരത്തെ കുറിച്ച് അവർ വിശേഷിപ്പിച്ചത് ദജ്ജാൽ എന്നാണ്. കേട്ടോളേ. ഞാൻ പലരോടും പറയാറുണ്ട്, സംഘടനാ നിലക്ക് വലിയ വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിച്ച സമയത്താണ് ഈ വിനീതനായ ഈ പാവപ്പെട്ട എന്നെ പോലത്തെ ആളുകളൊക്കെ രംഗത്ത് വരുന്നത്. കോലിളക്കം എന്ന് പറഞ്ഞാൽ കല്ലേറ്, അടിപിടി, നായാട്ട്, പണ്ഡിതന്മാരെയും മുതല്ലിമീങ്ങളെയും മുഴുവനും ഒരു ദജ്ജാൽ പിടിച്ചു മേകിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത്. കേട്ടോ, അത് ഞാൻ ആ ഭാഗത്തെ തെറ്റി പറയുന്നില്ല. ആ ദജ്ജാൽ ഇപ്പോൾ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സംഘടനാപരമായി ഭിന്നിപ്പുണ്ടായപ്പോ ഉണ്ടായ കോളിളക്കം, ആ കോളിളക്കം എന്ന് പറഞ്ഞാൽ കല്ലേറ്, അടിപിടി, നായാട്ട്, കൂത്താട്ടം, സംഘടനാ നേതാക്കന്മാരെയും മുതല്ലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഒരു ദജ്ജാല് പിടിച്ചു വിഴുങ്ങിയെന്നാ പറഞ്ഞത്. ഏതാ ദജ്ജാല്? വഹാബികളാ? സലഫികളാ ദജ്ജാല്? ആ ദജ്ജാൽ ഇപ്പോൾ മുജാഹിദിന്റെ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് കിടക്കുകയാണ്. ഇത് ഏത് സമയത്ത് പറഞ്ഞാന്നറിയോ? 2 വർഷം മുമ്പ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നല്ലോ. അങ്ങോട്ടോ എന്നറിയാതെ. ആ സമയത്ത് ആണ് ഇയാൾ ഇത് പ്രസംഗിക്കുന്നത്. ആ ദജ്ജാൽ ഇപ്പോ മുജാഹിദിന്റെ ഹോസ്പിറ്റലിൽ ചികിത്സയായിട്ട് കിടക്കുകയാണ്. ചോദിക്കട്ടോ, ഇവർക്ക് ആർക്കും തിരിഞ്ഞില്ലേ? സമസ്തയിലെ ഭിന്നിപ്പിന്റെ പിന്നില് സലഫികളാണെന്ന് ഇവർക്ക് ആർക്കും തിരിഞ്ഞില്ല? കാന്തപുരത്തിൽ 96-ാം വയസ്സിൽ ബോധോദയം ഉണ്ടായതായത് തന്നെ. ഇയാൾ ഇതും പറയും, ഇതിൽ വലുതും പറയും. കാരണം ഇയാൾ തൊള്ള തുറക്കണമെന്ന് നുണ പറയാനാണ്. വ്യാജം മാത്രം പറയുന്നവനാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര്. ഇത് സലഫികളുടെ ആരോപണമല്ല. ഇവരുടെ മുതിർന്ന പണ്ഡിതന്മാർ തന്നെ കാന്തപുരത്തെ കുറിച്ച് പറയുന്നത് അയാൾ വ്യാജം മാത്രം പറയുന്നവനാണ് എന്നാണ്. കേട്ടോളി. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇവിടെ തൻ്റെ ആസ്ഥാനത്ത് കാരന്തൂരിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് തനിക്ക് കേശം, പ്രവാചക കേശം ലഭിച്ചിട്ടുണ്ട് എന്ന വ്യാജവാദവുമായി വരുന്നത്. വ്യാജം പറയുക, ചെയ്യുക, പ്രവർത്തിക്കുക എന്നത് എ പി അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഇപ്പോൾ 94 വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. 94 വയസ്സായിട്ടുണ്ടെന്നാണ് നമ്മളറിയുക അദ്ദേഹത്തിന്. മനുഷ്യന് വയസ്സാകുമ്പോൾ, മരണത്തോടടുക്കുമ്പോൾ ഈ വ്യാജം പറയുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിൽ നിന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് എല്ലാ മനുഷ്യരും, വിശിഷ്യ മുസ്ലിമീങ്ങൾ. ഇതെന്താ സംഭവം? 2 വർഷം മുമ്പ് ഇയാൾ പറഞ്ഞല്ലോ, ഇയാൾക്ക് കിട്ടിയ മുടിണ്ടല്ലോ, നബിന്റെ മുടിയെന്ന് പറഞ്ഞിട്ട് ബോംബെ എന്നൊരു 12 മുടിയും വലിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇയാൾ മർക്കസില്. ആ മുടി വളരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് പറഞ്ഞതാണ് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്. എന്ത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജം പറയുക, ചെയ്യുക എന്നത് കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുള്ള കാര്യമൊന്നല്ല. അത് ഇയാൾ പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഈ 94-ാം വയസ്സിലും അയാൾ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല നിലപാടില്. വ്യാജം പറയുക, വ്യാജം പ്രവർത്തിക്കുക, വ്യാജത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അവസാന കാലാവുമ്പോണ്ടല്ലോ ഒരു ബോധോദയം, അത് ഇയാൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്.
ഇനി ഇദ്ദേഹം പറയുമ്പോൾ അത് മറുഗ്രൂപ്പിലെ നേതാവല്ലേ എന്ന് പറയും. എന്നാൽ ഇതേ കാന്തപുരം കിതാബ് ഓതിക്കൊടുത്ത് സഖാഫി ബിരുദം നൽകി മർക്കസിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നു പുറത്തു വന്ന ഒരു ശിഷ്യൻ, പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ഇസ്മായിൽ സഖാഫി. അയാൾക്ക് എന്താണ് കാന്തപുരത്തെ കുറിച്ച് പറയാനുള്ളത്? ഇതിലും വലിയ കാര്യങ്ങളാ, കേട്ടോളി. പിന്നെ കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ പറയണ ഈ പറയപ്പെട്ട വാദങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ പൊളിഞ്ഞു. ഇനിയിപ്പോ തെളിവൊന്നും ആവശ്യമില്ല, ഒരു പ്രസംഗവും ആവശ്യമില്ല. ഇപ്പൊ സാധാരണഗതിയിൽ മുടിയെന്നാണ് പറയുമ്പോൾ ആൾക്കാർക്ക് ചിറിങ്ങിട്ട് വരികയാണ് അല്ലെ. പൊതുവായിട്ട് AP കേൾക്കുമ്പോഴും മുടിയെന്ന് കേൾക്കുമ്പോഴും ഒരു ഹാസ്യ കഥാപാത്രത്തിനെ പോലെ നാണം കെടാൻ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യാനാ? 19 വയസ്സായി, ഇനിയെങ്കിലും ഇയാൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ? ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സമുദായം സഹിക്കണതാണ്. 85 വയസ്സായിട്ട് ഇന്നും ഇക്കളിയ ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക്? ഇനിയിപ്പോ എന്തേക്കും പറയാറോ, ഇസ്മായിൽ മുസ്ലിയാർ മൂപ്പർ ഉസ്താദിനും ചീത്ത പറഞ്ഞു പോകും. ആ താടി നരച്ചത് വെയിലുണ്ടിട്ടല്ലോ, വയസ്സായിട്ടല്ലേ. ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ പേരക്കുട്ടികൾ ചീത്ത പറയേണ്ടി വരും. മുരീദന്മാരല്ല, ശിഷ്യന്മാരല്ല. ചിലപ്പം സ്വന്തം മകന്റെ മകൻ, ഉപ്പ എനിക്ക് നാട്ടുകാരെ മുമ്പിലൂടെ നടക്കണം, നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരക്കുട്ടികൾ ഏപ്പിനോട് പറയേണ്ടി വരും ഈ കളി കളിച്ച. എന്തെങ്കിലും മനസ്സിലാക്കി, ജനിച്ചത് മുതൽ ഇന്ന് വരെ ഉറക്കത്തിൽ പോലും സത്യം പറയാൻ കഴിയാത്തൊരു കാക്ക ഒരു മുടിയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, കേരളത്തിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും അധികം കളവ് പറയുന്ന ആളാരാ? പറയും. ഇത് സമൂഹത്തിന്റെ വിശ്വാസം, എന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം അപവാദത്തിന് വിധേയനായ, അപവാദം ചെയ്തു എന്ന് സമൂഹം വിശ്വസിക്കുന്ന പണ്ഡിതനാരാ? പറയും. ഇത് ജനങ്ങളെ വിശ്വാസ, ഇസ്മായിൽ സഖാഫിന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് കാട്ടിയെന്ന് സമൂഹം ആരോപണം ഉന്നയിച്ച പണ്ഡിതനാരാണ്? പറയൂ. കാന്തപുരത്തെ അബൂബക്കർ മുസ്ലിയാർ. നിഷേധിക്കാൻ പറ്റുമോ? ഇത് സമൂഹത്തിന്റെ വികാരമാണ്, ജനങ്ങളെ വികാരമാണ്, ഇസ്മായിലിന്റെ വികാരമല്ല. കാന്തപുരം പറഞ്ഞ കളവുകൾ മാത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ ആളൊക്കെ വരും അല്ലേ? ഇപ്പൊ സമയമല്ല. ഇത് ജനങ്ങളെ വിശ്വാസ. ഇയാളിപ്പോ കായബത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നാൽ പോലും ഇത് എവിടുന്ന് കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. കാന്തപുരത്തിന്റെ കുഞ്ഞാടുകൾ കേട്ടോ, ഇത് കാന്തപുരത്തിന്റെ കീഴിൽ നിന്നും മതം പഠിച്ച് കാന്തപുരത്തിന്റെ കൈ കൊണ്ട് സഖാഫി ബിരുദം നേടിയ ഒരു മനുഷ്യനാണ് ഈ പറയണത്. ഇത് 10-15 കൊല്ലം മുമ്പ് ഇയാൾ മുടി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടെന്നല്ലോ, നബിന്റെ മുടി എന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഭീകരമായ തട്ടിപ്പ് നടത്തിയ സമയത്ത് പ്രസംഗിച്ച പ്രസംഗാണ്. എന്താണ് ഈ പറയണത്? AP എന്ന് കേൾക്കുമ്പോഴും മുടിയെന്ന് കേൾക്കുമ്പോഴും ഇപ്പൊ ഒരു ഹാസ്യ കഥാപാത്രമാണ്, ആൾക്കാർ ഇങ്ങനെ ചിരിക്കുകയാണ്. മാത്രല്ല ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ സമുദായം സഹിക്കാൻ തുടങ്ങിയതാണ് ഈ ചെങ്ങായിനൻ. അന്ന് മുതൽ പേരാൻ തുടങ്ങിയതാണ്. ഇതൊരു വിഴുപ്പുപാണ്ടാണ്, സമുദായത്തിനെ മൊത്തം നാറ്റിക്കുന്ന ഒരു വിഴുപ്പുപാണ്ഡം ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. തീർന്നിട്ടില്ല. ഉറക്കത്തിൽ പോലും അറിയാതെ പോലും സത്യം പറയാത്ത ആള്. മനുഷ്യന്മാർ ഉറക്കത്തിൽ ചിലപ്പോ പരസ്പര വിരുദ്ധമായിട്ട് പറയാലോ, നിത്യം നുണ പറയുന്ന ആളാണെങ്കിൽ ഉറക്കത്തിൽ സത്യം പറയാലോ, അതുപോലും പറയാത്തൊരു കാക്കയാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്വന്തം ഉസ്താദിനെ വിളിക്കണേ കാക്കാൻ. എന്നിട്ട് ചോദിക്കുകയാണ്, കേരളത്തിൽ ഇന്ന് വരെ ഏറ്റവും അധികം കളവ് പറഞ്ഞ ആളാരാ? കാന്തപുരം. ഏറ്റവും അധികം അപവാദ പ്രചരണം നേരിട്ട ആളാരാണ്? കാന്തപുരം. ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആളാരാ? കാന്തപുരം. സദസ്സിങ്ങനെ പറയാണ്. ഇത് രസം എന്താ വെച്ചാല് ഈ സ്റ്റേജിൽ മറ്റേ ചങ്ങായി ഇരിക്കേണ്ട ആര്? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അതെന്താ ഇപ്പൊ പറയാൻ കാരണം? ഇപ്പൊ ഇന്നലെ നടത്തിയ ഈ കാന്തപുരത്തിന്റെ ഏങ്ങലും മോങ്ങലും ഉണ്ടല്ലോ, അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് മൂപ്പര്. ആര്? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. മൂപ്പര് ഫേസ്ബുക്കിൽ മൂപ്പര് വളരെ വികാര നിർഭരമായിട്ടൊരു കുറിപ്പ്. ആ കുറിപ്പ് എന്താണ്? മൂപ്പര് കോട്ട് ചെയ്യണ കാന്തപുരത്തിന്റെ വാചകം. ഞങ്ങൾ രണ്ടുപേരും അകന്നു പോയാൽ മാത്രമേ ബിദ്അത്തുകാർക്ക് ഇവിടെ കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ചിലരാണ് ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. കാന്തപുരം പറഞ്ഞാട്ടോ, അത് മൂപ്പര് കോട്ട് ചെയ്യുക. എന്നിട്ട് പറയാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നീണ്ട 5 പതിറ്റാണ്ടുകാലം അജയ്യമായ നേതൃത്വം നൽകിയ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെയും തന്നെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ബഹു കുത്തുകുത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിതുമ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞത്. എന്നിട്ട് അമ്പലക്കടവ് പറയാ, ഈ ഭിന്നിപ്പ് മതനവീകരണവാദികൾ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്ദേശം 4 പതിറ്റാണ്ടുകാലം സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരു വിനീതൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. ഇപ്പോഴും ഒരുമിച്ച് പോകുന്നതിന് വിഘാതമായി നിൽക്കുന്ന പ്രധാന തടസ്സം ചിലരുടെ ഇടപെടലുകൾ ആണെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ്. കുറച്ച് കാലമായിട്ട് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമസ്തയില് EK വിഭാഗത്തില്. അതാണ് മൂപ്പര വിഭാഗമാണ് ഷജറകൾ. എന്തൊക്കെയായിരുന്നു ഇയാള് കാന്തപുരത്തിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നത്? ഈ അമ്പലക്കടവ് വയസ്സി ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലിപ്പിടുന്നുണ്ട്. ഇപ്പൊ ഇയാൾക്ക് എന്തൊരു മനംമാറ്റം. ഇപ്പോ ഈ സമസ്ത വിഭാഗത്തിൽ ഒതുക്കപ്പെട്ട ആളാണ് ഇയാള്. മറ്റൊരുത്ത് കാന്തപുരം ഒതുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പീഡിതരായ 2 പേർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ അയിമച്ചാടിക്കേരി കൊത്തുകയാണ് ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഇദ്ദേഹം കാന്തപുരത്തിനെ കുറിച്ച് മുമ്പ് എന്താ പറഞ്ഞത്? ജൂതചാരനാണെന്ന്.
ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പൂതിണ്ടല്ലേ? ഈ ജൂതചാരനായിട്ട് ഒന്നിച്ചു പോകാൻ അമ്പലക്കടവിന് ഇപ്പൊ എവിടുന്ന ആഗ്രഹം വന്നത്? കേട്ടോളി അമ്പലക്കടവ് മുമ്പ് പറഞ്ഞത്. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിന്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. എത്ര വ്യക്തമായിട്ടാണ് മൂപ്പര് പറയണത്. അന്ന് പോലും ഭയങ്കര പോട്ടിയാണ് കാന്തപുരം ഈ വിഭാഗം ഈ മുടിപ്രശ്നത്തിലും അതിന്റെ ശേഷമൊക്കെ ആയിട്ട്. ആ സമയത്ത് പറഞ്ഞതാണ് എന്താണ്, ഇവിടെ മുസ്ലിങ്ങളെ അസ്ഥിരപ്പെടുത്താനും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ പീഡനങ്ങൾ അഴിച്ചുവിടാനും മോഡിൻ ടീമും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂതന്മാരുടെ ഒരു ഏജന്റായി പ്രവർത്തിക്കുന്ന ആളാണ് കാന്തപുരം. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു മനമാറ്റം വന്നത്? ഇപ്പൊ കാന്തപുരം നിങ്ങൾക്ക് പ്രവാചക തുല്യനായി. ഇപ്പൊ കാന്തപുരത്തിന് നിങ്ങൾ കാണാത്ത പോരിശല്ല. എടോ അവിടൊന്നും കാര്യമില്ല. നിങ്ങളെ ഈ സജറകളും മറ്റോരും തമ്മിലുള്ള പോട്ടിന്റെ ഇടയിൽ നിങ്ങൾ കാന്തപുരത്തിന്റെ പിന്നാലെ കൂടി വിചാരിച്ചിട്ട് ജനങ്ങൾ ഇതൊന്നും മറക്കാൻ പോണില്ല. ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പണ്ട് പ്രസംഗിച്ചതും എഴുതിയതുമായ കാര്യങ്ങൾ ഇപ്പോഴും മുഴച്ചു തന്നെ നിൽക്കും. കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. മൂപ്പരിപ്പ് ഇങ്ങനെ വലിയ ഐക്യപൂജയായിട്ട് നടക്കുന്നുണ്ടല്ലോ. കാന്തപുരം ഒന്ന് സമ്മതം മൂളിക്കഴിഞ്ഞാൽ ഞങ്ങളും റെഡി. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ പൂതി തീരും? ഒന്നുകിൽ ആൺകിളി അക്കരക്ക് അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് എന്ന് പറഞ്ഞ് പാട്ടും പാടി നിൽക്കുകയാണ് രണ്ട് മരക്കൊമ്പത്തിരുന്നിട്ട് സജറകള്. ആ പൂതിയിട്ട് നടക്കുന്ന ഇയാള് ഇത്ര നല്ല പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് കാന്തപുരത്തിനേറ്റ് ഒരു കാലത്തും യോജിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേറെയും കുറെ കാരണങ്ങളും ഇവർ നിരത്തുന്നുണ്ട്. കേട്ടോളി അമ്പലക്കടവിന്റെ പഴയ പ്രസംഗം. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക. ഇല്ല ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. കേട്ടില്ലേ? കാന്തപുരത്തിന്റെ ഓരോ ദുൽമും എണ്ണി പറയാണ്, അയാൾ ചെയ്ത ഓരോ തോന്നിയാസങ്ങളും. എന്നിട്ട് പറയാണ് ഈ കാന്തപുരവുമായി ഒരു അയഞ്ഞ സമീപനത്തിന് നമ്മൾ തയ്യാറല്ല. ഇല്ല ഇല്ല ഇല്ല, കാന്തപുരവുമായി യോജിച്ചു പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ അണികൾ ആവേശം കൊള്ളിച്ച മനുഷ്യനാണ്. ഇപ്പൊ ഇയാൾക്കൊരു ഐക്യപൂതി ഉടനെ വന്നത് എന്താ? ഇതിന്റെ കാരണമൊന്നുമല്ല. ഇയാളിപ്പോ സമസ്തയിലും മുസ്ലിം ലീഗിലും എല്ലായിടത്തും ഒറ്റപ്പെട്ടു, ആകെ താളം തെറ്റി നടക്കുകയാണ്. അതേ അവസ്ഥയാണ് കാന്തപുരത്തിനുള്ളത്. അതന്നെ അതിന്റെ കാരണം. എന്നിട്ട് കാന്തപുരത്തിന്റെ പ്രസ്താവനയെ ഉപരി ന്യായീകരിക്കാൻ അനുകൂലിക്കണത് കാന്തപുരം പറഞ്ഞല്ലോ എന്നെയും ഈ കെയെയും ഭിന്നിപ്പിച്ചത് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരാണ് എന്ന് പറഞ്ഞല്ലോ. അതിനെ അംഗീകരിക്കണം ഉപരി. ഇതേ അമ്പലക്കടവാണ് 3-4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സമസ്തയുടെ സമ്മേളനം ഉണ്ടല്ലോ കാസർഗോഡ് കുനിയയിൽ വെച്ചിരുന്ന ആ സമ്മേളനത്തിൽ പറഞ്ഞത് സമസ്തയുടെ 1 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ടാണ് മുജാഹിദുകളോടെ ഭിന്നിച്ചത്. ഇപ്പൊ മുമ്പ് പറയാ മുജാഹിദുകൾ കാരനാണ് ഞങ്ങൾ ഭിന്നിച്ചത്. കേട്ടോളി അന്നത്തെ പ്രസംഗം. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ കേവലം മനുഷ്യന്റെ കേവല ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഹദീസുകൾ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ച് നിഷേധിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഈ ന്യായം ശരിയല്ല എന്ന് കൃത്യമായി സമർത്ഥിച്ചുകൊണ്ട് മുസ്ലിം കേരളത്തിലുടനീളം വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ സമസ്ത സമ്മേളനങ്ങളുമായും വിശദീകരണങ്ങളുമായും ലഘുലേഖകളുമായും ആനുകാലിക ലേഖനങ്ങളുമായും സംവാദങ്ങളുമായി പോരാട്ടം നടത്തിയതിന്റെ ഫലമായി 1 നൂറ്റാണ്ട് പോലും തികയുന്നതിന് മുൻപ് മുജാഹിദ് പ്രസ്ഥാനം ചിഹ്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് വലിയ പോരിശീലി പറഞ്ഞാണ് മൂപ്പര്. കുറച്ച് ജനക്കൂട്ടത്തെ മുമ്പിൽ കണ്ടപ്പോൾ ഞങ്ങളുടെ 1 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം കൊണ്ട് മുജാഹിദുകൾ പല കഷ്ണമായി ഭിന്നിച്ചു. ഇപ്പതാ പറയുന്നു മുജാഹിദുകൾ കാരണം ഞങ്ങൾ ഭിന്നിച്ചു. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ പ്രസ്ഥാനം ഏതാ? സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമല്ല, ഔലിയാക്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി പ്രകാരം ഉണ്ടാക്കിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പ്രഥമ രൂപീകരണ യോഗത്തിൽ നിങ്ങളെ ഹോജാക്കന്മാർ ദ്വാരുന്നപ്പോ റസൂലുള്ള വന്ന് ആമീൻ പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്ഥാനം, ഔലിയാക്കളാൽ നിർമ്മിക്കപ്പെട്ട പ്രസ്ഥാനം, ഔലിയാക്കളാൽ നയിക്കപ്പെടുന്ന പ്രസ്ഥാനം, ഇന്നും ആ പ്രസ്ഥാനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഔലിയാക്കളാണ് എന്ന് വീമ്പ് പറയുന്ന പ്രസ്ഥാനം. ആ മഹത്തായ പ്രസ്ഥാനം ഉണ്ടല്ലോ, എന്ത് ഔലിയാക്കളും അമ്പിയാക്കളും കൂടിയിട്ട് ചർച്ച ചെയ്യുകയും ഷൂറ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തെ കേവലം മനുഷ്യന്മാരായ കറാമത്തില്ലാത്ത വിലായത്തില്ലാത്ത സാധാരണക്കാരായ മുജാഹിദുകൾ ഭിന്നിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ നാണക്കേട് എന്താണ് അമ്പലക്കടവ് വീസി? നിങ്ങൾക്ക് നാണും മാനുണ്ടോ അതൊക്കെ വിളിച്ചു പറയാന്? നിങ്ങളെ സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി നിങ്ങൾ തോന്നുമ്പോൾ ഭിന്നിക്കാനും തോന്നുമ്പോൾ ഐക്യപ്പെടാനും നിങ്ങൾ തയ്യാറായിക്കോളൂ. അത് അംഗീകരിക്കുന്ന കുറച്ച് അനുയായികൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. പക്ഷെ അതിന്റെ വീഴ്പ്പ് വേണ്ട ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്, സലഫികളുടെ തലയിൽ കെട്ടിവെക്കരുത്. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നിട്ട് ഈ കാന്തപുരത്തിന്റെ ഈ പ്രസ്താവന വന്നപ്പോ ഈ ഏങ്ങലും മോങ്ങലും കണ്ടപ്പോ കുറെ കുഞ്ഞാടുകൾ അതിന്റെ അടി വന്നിട്ട് കമന്റ് സലഫികളുടെ നേർക്ക്, ഇതോ സുന്നികൾ ഒന്നിക്കാൻ പോകുന്നു, അതുകൊണ്ട് സലഫികൾ ആകെ പേടിച്ച് ബേജാറായിക്കൊണ്ടിരിക്കണേ. എടോ, ഞങ്ങൾക്കൊരു പേടും ബേജാറുമില്ല. നിങ്ങൾ ഒന്നിച്ച ഞങ്ങൾക്ക് പണി പറയും, മനസ്സിലായോ? അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ ഒന്നിക്കുമ്പോ, നിങ്ങൾ ഐക്യപ്പെടുമ്പോ നിങ്ങൾ പറയേണ്ട ചില മറുപടികളുണ്ട്. അത് ഞങ്ങളോട് പറയണ്ട, നിങ്ങളുടെ നേതാക്കന്മാരായ വലിയ വലിയ ഉസ്താദുമാര് മുമ്പ് പ്രസംഗിച്ച ചില കാര്യങ്ങളുണ്ട്, അവരോട് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ അനുയായികളോട് നിങ്ങൾ മറുപടി പറയണം. എന്താണ് പറയേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ പഴയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, കേട്ടോ. പിന്നെ ഒരു തെറ്റിദ്ധാരണ, എത്ര പെങ്ങളുള്ള വ്യത്യാസം പിന്നെ നിൽക്കണം ഒന്നായിക്കൂടെ. ഒരു വ്യത്യാസം പറയുമ്പോൾ പറയേണ്ടി വരുമല്ലോ, ഇതിന് ഉൾപ്പെടുത്തിയായിരിക്കും കാര്യമില്ല. ഷംസുൽ ഉലമ റാഫുറ എന്ന് പറഞ്ഞു പല നേതാക്കന്മാർ, അത് പറഞ്ഞില്ല. ഷംസുൽ ഉലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള വലിയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു. റാഫുറ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുൽ ഉലമ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആള്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറിന് അത്തും പുത്തുമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മുജാബുദ്ദായ ഒരു മഹാനാണ് പറഞ്ഞത്. ഇന്നിവിടെ നടപ്പിലുള്ള സകല മുസഹഫുകളും റസൂൽ ഉസ്മാനില്ല. ഇന്ന് സാധാരണ നമ്മളെ വരയിലൊക്കെ നടക്കുന്ന ഖുർആനുണ്ടല്ലോ, അത് റസൂൽ ഉസ്മാനിയല്ല. അത് മുഴുവൻ അതിൽ ഓതൽ ഹറാമാണ്, അത് ചുട്ടീകരിക്കേണ്ടതാകുന്നു എന്ന മറുഭാഗം പറഞ്ഞു. അങ്ങനെ പല മസ്സലയും ഞങ്ങൾ എതിരുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചാലുള്ള ചില ആളുകൾക്ക് ചോദിച്ചാൽ എത്ര നിങ്ങൾ തമ്മിൽ എതിര് ആണ് അന്നായിക്കൂടെ. എവിടെന്ന് പറഞ്ഞാൽ ആരായി അനയിക്കുണ്ടാക്കിയത്? പ്രമാദമായ ഷാബാനു ബീഗം കേസിൽ സുപ്രീം കോടതി വിധി ശരിയാത്തിനെതിരാവുകയും രാഷ്ട്രീയ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖർ ശരിയാത്തിനെതിരെ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഇതര പ്രസ്ഥാനക്കാരുമായി വേദി പങ്കിട്ടതിന്റെ പേരിലാണ് വിഘടിതർ പ്രശ്നമുണ്ടാക്കിയത്. എന്തിനാ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി, എന്തിനാ നിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു ഇരുട്ട് തത്വമാണ്. എന്താന്ന് പറഞ്ഞില്ല. ഇതാണ് പ്രശ്നം ഉണ്ടാകാൻ കാരണം. ഇതാണ് വിഷയം. ഇതിനൊക്കെയാണ് മറുപടി പറഞ്ഞാൽ നിങ്ങള് പ്രധാനമായും അമ്പലക്കടവ് തന്നെയാണ് പറയേണ്ടത്. പിന്നെ മുസ്തഫ മുണ്ടുപാറ, മറ്റേ സത്താർ പന്തല്ലൂര്, ഷജറകളുടെ നേതാവുണ്ടല്ലോ, മരക്കുറ്റികള്, നിങ്ങളൊക്കെ ഒന്ന് മറുപടി പറയുന്നതിന്. നിങ്ങളെ നേതാവായ ചെറുശ്ശേരി പറഞ്ഞ വാചകങ്ങളാണിതൊക്കെ. എന്തായി പറഞ്ഞത്? ഷംസുൽ ഉലമയെ കുറിച്ച് കാഫറാണെന്ന് പറഞ്ഞോൻ. ഞങ്ങളെ വിശ്വാസപ്രകാരം ഷംസുൽ ഉലമ വലിയാണ്. എന്താ പെങ്ങളും അഭിപ്രായ വ്യത്യാസമാണ്, ഒരുമിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഈ പറയണത്. ഷംസുൽ ഉലമ കാഫറാണെന്നാണ് അവരെ വാദം. ഞങ്ങളെ വാദം ഷംസുൽ ഉലമ വലിയാണെന്നാണ്. കണ്ണിയത്തിനെ കുറിച്ച് കണ്ണിയത്തിന് അത്തും പിത്തുമാണെന്ന് പറഞ്ഞു. ഞങ്ങളെ വാദം കണ്ണിയത്ത് മഹാനാണ് എന്നാണ്. പിന്നെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, റസ്മുസ്മാനി, അത് ഓതാൻ പാടില്ല, അത് ചുട്ടുകരിക്കണം, അത് ഓതൽ ഹറാമാണ് എന്ന് കാന്തപുരം വിഭാഗം പറഞ്ഞു. ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ഷാബാനു ബീഗം കേസിൽ സുപ്രീം കോടതി വിധി വന്നപ്പോ ഇവിടെ ശരീഅത്ത് വിവാദം ഉണ്ടായ കാലത്ത് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ മുജാഹിദ് നേതാക്കളുമായി വേദി പങ്കിട്ടതിന്റെ പേരിലാണ് ഇവർ ഈ പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ചു പോയത്. ആര്? കാന്തപുരം.
അതിനുശേഷം കാന്തപുരം അടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ സലഫി നേതാക്കളായിട്ടും മുജാഹിദ് നേതാക്കളായിട്ടും തബ്ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കളായിട്ടൊക്കെ വേദി പങ്കിട്ടിട്ടുണ്ട്, അവരെ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ഇയാളുടെ കാപട്യം. ഇയാൾ തെരം പോലെ തെരം നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇയാളുടെ കാര്യലാഭത്തിനും വേണ്ടി ഇയാൾ എങ്ങും കരണം അറിയും. അതാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആയിക്കോട്ടെ, ഞങ്ങൾ സമ്മതിച്ചു, അയാളിൽ നിന്ന് അത്രയേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ബാവുദ്ദീൻ നദീവ് പറഞ്ഞ മാതിരി അയാൾ ഈ അവസാന കാലത്ത് നുണകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിലേക്ക് യാതൊരു ലജ്ജയില്ല. ജനിച്ചതിന് ശേഷം ഉറക്കത്തിൽ പോലും സത്യം പറയാത്തൊരു വ്യക്തിയാണെന്ന് ശിഷ്യന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിയാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അയാളിപ്പോൾ ഈ അവസാന കാലത്ത് അയാൾ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കിയിൽ അയാൾക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അയാൾ തൗബ ചെയ്തോട്ടെ, അത് ഒന്നിക്കാനുള്ള ഐക്യപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കോട്ടെ. പക്ഷെ ഭിന്നിച്ചതിന്റെ പാപഭാരം ഞങ്ങളെ തലയിൽ കിടാൻ വരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തരാതരം കൊട്ടാൻ പറ്റിയ ആൾത്തറയിലിരിക്കുന്ന ചെണ്ടയല്ല സലഫികൾ, ആ മനസ്സിലാക്കി വെച്ചോ. ഷജറകളായാലും മരക്കുറ്റിയായാലും കാന്തപുരായാലും ഏത് ഷെയ്ത്താന്മാരായാലും ഞങ്ങളെ മക്കിട്ട് കയറാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ പരസ്യമിട്ടപ്പോൾ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ്, വലിയ വലിയ നേതാക്കന്മാരാണ്, വലിയ സംഘടന നേതാക്കന്മാർ എനിക്ക് മെസ്സേജ് അയച്ചേക്കുക. വന്യവയോധികനായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കുറ്റബോധം പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്നതും അദ്ദേഹത്തെ പരിഹസിക്കുന്നതും ശരിയല്ല എന്നിട്ട് എനിക്ക് ഉപദേശം എൻ്റെ വാട്സപ്പിൽ ചില അറിയപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരോടടക്കം പറയാനുള്ളത്, കാന്തപുരം ജനിച്ചപ്പോൾ തന്നെ വന്യവയോധികനല്ല, ജനിച്ചപ്പോൾ തന്നെ എല്ലാ മനുഷ്യന്മാരും ജനിക്കണ മാതിരി തന്നെയാണ്. ഈ വന്യവയോധികനായത് ഇപ്പോഴാണ്. ഇതിനിടയിൽ അയാൾ ചെയ്തു കൂട്ടിയ ഒരുപാട് കൊള്ളരുതായ്മകളും ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും കളവുകളും കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പുകളുമുണ്ട്. അതിൽ പലതും ഇവിടുത്തെ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഈ അവസാന കാലഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പഴയതൊക്കെ മറന്നിട്ട് അതിന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പല കാര്യങ്ങളും തോണ്ടിയെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. കാരണം അത് ഞങ്ങളെ കൂടി ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാണ് അത്തരക്കാരോട് പറയാനുള്ളത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇടപെടാൻ കാരണം ഇവരെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, സമസ്തയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, കാന്തപുരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഇവരുടെ ഓരോ ചലനങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന മടവൂരടക്കമുള്ള സാധനങ്ങൾക്ക് ഒരു നിലയും വലിയില്ല, അവർക്ക് ഒന്നിനും കഴിയൂല എന്ന് ഇവരുടെ ഓരോ പ്രവർത്തനവും പ്രസ്താവനകളും നമ്മൾ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവരുടെ പ്രസ്ഥാനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മടവൂരാണ് ഇവരുടെ എല്ലാ ഫിത്നയുടെയും ഹെഡ് ഓഫീസ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നത്. മേലാൽ ഈ ജാതി വിടുവായുത്തങ്ങൾ നിങ്ങൾ പുലമ്പിപ്പോകരുത്. എന്ത്? ഞങ്ങളുടെ പ്രസ്ഥാനം മഹാന്മാരുണ്ടാക്കിയതാണ്, പ്രവാചകന്മാരുടെ അനുമതിയോടുകൂടി ഉണ്ടാക്കിയതാണ്, ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ്, ആ ഔലിയാക്കളുടെ നിയന്ത്രണത്തിലാണ് ഇന്നും ഞങ്ങളുടെ പ്രസ്ഥാനം എന്നുള്ള ആ തോന്നിയാസം ഉണ്ടല്ല ബടായി, അത് മേലാൽ കേരള മുസ്ലിങ്ങൾക്ക് മുമ്പിൽ മിണ്ടിപ്പോകരുത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അവസാനമായി കാന്തപുരത്തിനോടും അനുയായികളോടും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. നിങ്ങൾ സമസ്തന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ 100ാം വാർഷികമുള്ള ഇവിടെ ഒറിജിനൽ സമസ്ത കാസർഗോഡ് കുനിയിൽ ആഘോഷിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ വിതുമ്പലിൽ, ഈ മോങ്ങലിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആ സമ്മേളനം ഇനി നടത്തരുത്, അത് നിർത്തിവെക്കണം. കാരണം ഒരു സമ്മേളനം ഇവിടെ കഴിഞ്ഞല്ലോ, ഇനി നിങ്ങളെ വക എന്ത് നടത്താനാണ്? അപ്പൊ വീണ്ടും വീണ്ടും ഭിന്നിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു മോങ്ങല്. കാന്തപുരത്തിന്റെ എല്ലാ പ്രവർത്തനവും പോലെ ആ മോങ്ങലും 100% കാപ്പറ്റ് നിറഞ്ഞതാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.